Good morning, everybody. Welcome to Simply's English course. Unit 1 Glimpses of Greatness. Chapter 1 His First Flight by Liam Flaherty. Now we are going to read the story of a young seagull. He was afraid to make his first flight. His parents helped him into action and this made him ready to face the challenges of life. വിദ്യാർത്ഥികളെ, ഒരു കൊച്ചു കടൽക്കാക്കയുടെ കഥയാണ് നാം വായിക്കാൻ പോകുന്നത്. പറക്കാൻ പേടിയായ കടൽക്കാക്ക. അവനെ കൈപിടിച്ച് മുന്നോട്ട് നയിച്ചതും അതുവഴി ജീവിത വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തനാക്കിയതും അവൻ്റെ മാതാപിതാക്കളായിരുന്നു. നമ്മെ നാമാക്കി മാറ്റുന്നതും നമുക്ക് പ്രോത്സാഹനങ്ങൾ നൽകുന്നതും നമ്മുടെ മാതാപിതാക്കളും അതുപോലെ നമ്മുടെ അധ്യാപകരുമാണ്. പല കാര്യങ്ങൾക്കും പേടിയും ആകാംക്ഷയും ഉളവാക്കി നിൽക്കുന്ന നമ്മെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരികയും നാം ഫേസ് ചെയ്യുന്ന നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും മറികടിക്കാൻ ഉതകുന്ന പ്രോത്സാഹനങ്ങളും ഉത്തേജനങ്ങളും നൽകാൻ നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ അധ്യാപകർക്കും സാധിക്കും. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. The young seagull was alone on his lurch. His two brothers and his sister had already flown away the day before. He had been afraid to fly with them. Somehow, when he had taken a little run forward to a brink of the lurch and attempted to flap his wings, he became afraid. The great expanse of sea stretched down beneath, and it was such a long way down, miles down. He felt certain that his wings would never support him, so he bent his head and ran away back to the little hole under the lurch where he slept at night. Listen to the meaning of the first paragraph of the lesson in Malayalam. The young seagull was alone on his lurch. Young seagull. Seagull means kadalkaka. The young seagull was alone on his lurch. Lurch means a narrow projection from a vertical surface. തട്ട് എന്ന് മലയാളത്തിൽ പറയും. മലമുകളിലോ മറ്റോ ഉണ്ടാകുന്ന ഒരു പ്രതലത്തിനാണ്, ഒരു സർഫേസിനാണ് ലർഡ്സ് എന്ന് പറയുന്നത്. ദ യങ് സീഗൾ വാസ് എലോൺ, തനിച്ചായിരുന്നു, ഓൺ ഹിസ് ലർഡ്സ്, അവൻ്റെ ആ തട്ടിൽ. ഹിസ് ടു ബ്രദേഴ്സ് ആൻഡ് ഹിസ് സിസ്റ്റർ, അവൻ്റെ രണ്ട് സഹോദരങ്ങളും ഒരു സഹോദരിയും, ഹാഡ് ഫ്ലോൺ, പറന്നിരുന്നു. ഹാഡ് ഓൾറെഡി ഫ്ലോൺ, പറന്നിട്ടുണ്ടായിരുന്നു, പറന്നിരുന്നു, ആദ്യമേ പറന്നുപോയിരുന്നു. ഫ്ലോൺ എവേ. ഹിസ് ടു ബ്രദേഴ്സ് ആൻഡ് ഹിസ് സിസ്റ്റർ ഹാഡ് ഓൾറെഡി ഫ്ലോൺ എവേ ദ ഡേ ബിഫോർ. തലേന്ന് തന്നെ അവൻ്റെ രണ്ട് സഹോദരങ്ങളും ഒരു സഹോദരിയും അവിടെ നിന്ന്, അവനിൽ നിന്ന് പറന്നുപോയിരുന്നു. He had been afraid to fly with them. അവന് അവരോടൊപ്പം പറക്കാൻ പേടിയായിരുന്നു. Somehow, എന്നിരുന്നാലും, when he had taken a little run forward to the brink of the lurch and attempted to flap his wings, അവൻ എങ്ങനെയൊക്കെയോ, when he had forward to the brink, അവൻ അറ്റത്തേക്ക്, ബ്രിങ്ക് ഓഫ് ദ ലേഡ്ജ്, ആ ലെഡ്ജിൻ്റെ അറ്റത്തേക്ക് മുന്നോട്ട് കുതിച്ചപ്പോൾ, ആൻഡ് അറ്റംപ്റ്റഡ്, ശ്രമിക്കുകയും ചെയ്തപ്പോൾ, ടു ഫ്ലാപ്പ് ഹിസ് വിങ്സ്, അവൻ്റെ ചിറകുകൾ പറത്താൻ, അടിക്കാൻ, ഹി ബിക്കെയിം അഫ്രെയ്ഡ്, അപ്പോൾ അവന് പേടിയായി. ഹി ബിക്കെയിം അഫ്രെയ്ഡ്, അവന് പേടിയായി. ദ ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് സീ, കടലിൻ്റെ അതിവിശാലത, സ്ട്രെച്ച്ഡ് ഡൗൺ ബിനീത്ത്, അടിയിലങ്ങനെ നീണ്ട് കിടക്കുന്നു.
and it was such a long way down, miles down. ഇത് ഒരുപാട് ദൂരമുണ്ടായിരുന്നു, നീണ്ടു കിടക്കുന്ന കടല്. He felt certain that his wings would never support him. He felt, അവന് തോന്നി, certain that his wings would never support him. അവൻ്റെ വിങ്സ്, അവൻ്റെ ചിറകുകൾ would never support him, ഒരിക്കലും അവനെ താങ്ങുകയില്ല, സപ്പോർട്ട് ചെയ്യുകയില്ല എന്ന്. സോ അതുകൊണ്ട് തന്നെ he bent his head, അവൻ അവൻ്റെ തല താഴ്ത്തി, and ran away to back to a little hole under the ledge. ആ ലഡ്ജിൻ്റെ താഴെയുള്ള ആ മാളത്തിലേക്ക്, ആ ചെറിയ മാളത്തിലേക്ക് അവൻ പിറകോട്ടോടിക്കേറി. where he slept at night. രാത്രി അവൻ എവിടെയാണോ ഉറങ്ങിയത് ആ മാളത്തിലേക്ക് വീണ്ടും അവൻ മടങ്ങി. Let us start the second paragraph. Even when each of his brothers and his little sister, whose wings were far shorter than his own, ran to the brink, flapped their wings, and flew away, he failed to muster up courage to take that plank which appeared to him so desperate. His father and mother had come around, calling to him shrilly, scolding him, threatening to let him strive on his lures unless he flew away, but for the life of him he could not move. Let's listen to the Malayalam meaning. Even when each of his brothers and his little sister, അവൻ്റെ രണ്ട് സഹോദരങ്ങളും സഹോദരിയും, whose wings were far shorter than his own, അവൻ്റെ ചിറകിനേക്കാൾ ചെറിയ ചിറകുകളാണ് അവർക്കുള്ളത്, അവർ ran to the brink, അവർ ആ ലഡ്ജിൻ്റെ അരികിലേക്ക്, അറ്റത്തേക്ക് ഓടി. flapped their wings, എന്നിട്ട് അവരുടെ ചിറകുകൾ വിടർത്തി. and flew away, എന്നിട്ട് പറന്നുപോയി. he failed, അവൻ പരാജയപ്പെട്ടു, to muster up courage, ധൈര്യം സംഭരിക്കാൻ, muster up സംഭരിക്കുക, gathering, to take that planks which appeared. he failed to muster up courage to take that plank which appeared to him so desperate. അവന് എടുത്ത് ചാടാൻ, ധൈര്യം സംഭരിക്കാൻ അവൻ പരാജയപ്പെട്ടു. അങ്ങനെ അത് അവന് ചാടുക എന്നുള്ളത് നിരാശയായി അനുഭവപ്പെട്ടു. His father and mother had come around, calling to him shrilly, വളരെ നേർത്ത ശബ്ദത്തിൽ അമ്മയും അച്ഛനും അവനെ ചുറ്റുപാട് നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. scolding him, അവനെ ചീത്ത പറയുന്നുണ്ടായിരുന്നു. threatening to let him strive, അവനെ പട്ടിണിക്കിടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. on his ledge, അവൻ്റെ ആ ലഡ്ജിൽ അവനെ പട്ടിണിക്കിടുമെന്ന് അവർ ഭീഷണിപ്പെടുത്തി. unless he flew away, അവൻ അവിടെ നിന്ന് പറന്നു പോന്നില്ല എങ്കിൽ, but for the life of him, പക്ഷേ അവൻ്റെ ജീവിതത്തിന് he could not move, അവന് ചലിക്കാൻ സാധിച്ചില്ല. Let us read the rest of the lesson using the word meaning given here. Herring, a kind of small sea fish, ഒരു ചെറിയ കടൽ മീൻ. devour, eat greedily, ആർത്തിയോടെ തിന്നുക. cackle, noise made by the birds, പക്ഷികളുടെ കളകൂജനം. cliff, peak of the mountain, മലമുകൾ, കൊടുമുടി. cowardice, lack of courage, ഭീരുത്വം. ascending, climbing, മേലോട്ട് കയറുക. descending, താഴോട്ടിറങ്ങുക. ascending order and descending order. blazing, burning, ജ്വലിക്കുക. mackerel,
എ കൈൻഡ് ഓഫ് സീ ഫിഷ്. മാക്കറൽ, അയല മീനിനാണ് മാക്കറൽ എന്ന് പറയുന്ന അയല. നോവ്ഡ്, പുൾഡ് വിത്ത് ഫ്രണ്ട് ടീത്ത്, മുൻപിലത്തെ പല്ലുകൊണ്ട് കാർന്ന് തിന്നുക. ട്രോട്ടഡ്, മൗഡ് വിത്ത് ലിറ്റിൽ ജംപ്സ്, ചാടി നടക്കുക. ഡെയിൻറ്റ്ലി, കെയർഫുള്ളി, ബ്യൂട്ടിഫുള്ളി, നല്ല പോലെ. പ്രസിപ്പീസ്, വെരി സ്റ്റീപ്പ് റോക്ക് ഫേസ്, തലകുത്തനെയായ കിഴക്കാൻ തൂക്കായ. ബെനീത്ത്, അണ്ടർ. ഡോസിങ്, സ്ലീപ്പിംഗ് വൈൽ സിറ്റിംഗ് ഓർ സ്റ്റാൻഡിങ്, ഇരുന്നോ നിന്നോ ഉറങ്ങുക. പ്രീനിങ്, ക്ലീനിങ്, വൃത്തിയാക്കുക. ഹംപ്, പ്രൊജക്ഷൻ, തള്ളി നിൽക്കുന്നത്. വെറ്റ്, ഷാർപ്പൺ, മൂർച്ച വെപ്പിക്കുക. മോക്കിംഗ്ലി, ലാഫിംഗ്ലി, ഇൻ എ മാനർ ഓഫ് ഫൂലിംഗ്, കളിയാക്കുന്ന വിധത്തിൽ. പ്ലെയിൻറ്റീവ്ലി, സോറോഫുള്ളി, സങ്കടത്തോടെ, സാഡ്. അബ്രസ്റ്റ്, കമ്മിങ് ക്ലോസ്, അടുത്തു വരിക. ലിംപ്, വിതൗട്ട് മൂവിങ്, അനങ്ങാതെ. സ്വൂപ്ഡ്, ക്ലിംബഡ് ഷാർപ്ലി അപ്വേർഡ്സ്, കുത്തനെ ഉയർന്നു. സ്വിഷ്, സൗണ്ട് ഓഫ് മൂവിങ് വിങ്സ്, ചിറകടി ശബ്ദം. മോൺസ്റ്റേഴ്സ്, ബിഗ്, വലിയ. ടെറർ, ഫിയർ, പേടി. സീസ്ഡ്, കോട്ട്, ക്യാച്ച്. പാസ്റ്റ് ഓഫ് ക്യാച്ച്, പിടിച്ചു. സോറിങ്, ക്ലൈംബിംഗ്, ഉയരുക. ഡിസി, ഫീലിംഗ് ഗിഡിനെസ് ബിക്കോസ് ഓഫ് ഹൈറ്റ്, തല ചുറ്റുന്നത് പോലെ തോന്നാം. കമൻസ്ഡ്, ബിഗാൻ, തുടങ്ങി. ഷ്രീക്കിംഗ്, ഷൗട്ടിംഗ്, ഒച്ച വെക്കുക. അമ്യൂസ്ഡ്ലി, ഇൻ എ ഫണി വേ, തമാശ രൂപേണ. ബക്കണിംഗ്, കോളിംഗ്, വിളിക്കുന്നു. ഫ്രൈറ്റ്, ഫിയർ, പേടി. എക്സോസ്റ്റഡ്, ടയേർഡ്, ക്ഷീണിച്ച. സ്ക്രാപ്സ്, പീസസ്, കഷ്ണങ്ങൾ. ഇനി അവശേഷിക്കുന്ന പാരഗ്രാഫുകളുടെ മലയാള സമ്മറിയിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്. അതിനുശേഷം ആരും അവൻ്റെ അടുത്തേക്ക് പോയില്ല. അവനാണെങ്കിൽ അന്ന് മുഴുവൻ തൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾക്കൊപ്പം പറക്കുന്നത് നോക്കി നിന്നു. മാതാപിതാക്കൾ അവരെ പറക്കാൻ പഠിപ്പിക്കുകയായിരുന്നു. തിരമാലകളെ വകഞ്ഞുമാറ്റി ഊളിയിട്ട് മീൻ പിടിക്കാൻ അവർ അവരെ പഠിപ്പിച്ചു. തൻ്റെ മൂത്ത സഹോദരൻ ആദ്യമായി ഒരു മീൻ പിടിക്കുന്നതും ഭക്ഷിക്കുന്നതും അവൻ കണ്ടു. മകൻ ആദ്യമായി ഒരു ഇരയെ പിടിക്കുന്നത് കണ്ട് സന്തോഷിക്കുകയായിരുന്നു മാതാപിതാക്കൾ. അവർ അഭിമാനത്തോടെ അവനെ വട്ടമിട്ട് പറന്നു. രാവിലെ മുഴുവൻ എതിർവശത്തെ പാറക്കെട്ടിൽ പറന്നു നടന്ന അവർ ഒരുമിച്ച് ഇളയ സഹോദരൻ്റെ വീരത്വത്തെ കളിയാക്കി. സൂര്യൻ വന്നതോടെ പാറയിടുക്കിൽ ചൂട് കൂടി. ഇന്നലെ രാത്രി മുഴുവൻ ഒന്നും കഴിക്കാത്തത് കൊണ്ടാവും ചൂട് അവന് അസഹ്യമായി തോന്നിയത്. ആ തട്ടിൻ്റെ അറ്റത്തായി ഉണ്ടായിരുന്ന ഒരു അയലയുടെ വാൽ കിടക്കുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. വേറൊരു ഭക്ഷണവും അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ എല്ലായിടത്തും ഭക്ഷണം തേടി നടന്നു. അവസാനം അവർ വിരിഞ്ഞിറങ്ങിയ ഉണങ്ങി വരണ്ട വൃത്തികെട്ട ആ കൂട്ടിലും ഭക്ഷണം അന്വേഷിച്ച് അവൻ ചെന്നു. ഉണങ്ങി വരണ്ട മുട്ടത്തൂടിൽ നിന്ന് വരെ എന്തെങ്കിലും കിട്ടുമോ എന്ന് അവൻ അന്വേഷിച്ചു. അവൻ്റെ തന്നെ ഒരു ഭാഗം കഴിക്കുന്നത് പോലെയായിരുന്നു അത്. പിന്നീടവൻ ആ തട്ടിൻ്റെ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്തെ കൂടി നടന്നു. ഒരു കാൽ ചിറകിനിടയിൽ വെച്ച് അവൻ മറ്റേ കാലിൽ നിൽക്കാൻ തുടങ്ങി. അവനൊരു കണ്ണടച്ചു പിടിച്ചു. പിന്നീട് അടുത്ത കണ്ണടച്ചു. എന്നിട്ട് ഉറങ്ങി വീഴുന്നത് പോലെ അഭിനയിച്ചു. പക്ഷേ അവൻ്റെ മാതാപിതാക്കൾ അവനെ ശ്രദ്ധിക്കുന്നേയില്ലായിരുന്നു. തൻ്റെ സഹോദരങ്ങൾ ആ പീഠഭൂമിയിൽ കിടന്ന് മഴങ്ങുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അച്ഛൻ ചിറകുകളൊക്കെ കുത്തി വൃത്തിയാക്കുകയായിരുന്നു. അമ്മ മാത്രമായിരുന്നു അവനെ നോക്കിയിരുന്നത്. സമതലത്തിൽ കുറച്ച് ഉയർന്ന ഭാഗത്തായിരുന്നു അമ്മ നിന്നിരുന്നത്. അവളുടെ വെളുത്ത നെഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടായിരുന്നു. അവളൊരു കഷ്ണം മീൻ കാലിനടിയിലിട്ട് കീറുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവൾ തൻ്റെ കൊക്കുകൾ കല്ലിൽ ചുരട്ടി മൂർച്ച വെപ്പിക്കുകയായിരുന്നു. ഭക്ഷണം കണ്ടതോടെ അവന് ഭ്രാന്ത് പിടിച്ചു. ആ ഭക്ഷണത്തെ കീറിമുറിക്കാനും കല്ലിലുരസി കൊക്കുകൾ മൂർച്ചപ്പെടുത്താനും അവൻ കൊതിച്ചു. അവൻ പതിയെ ഒരു ശബ്ദമുണ്ടാക്കി. അതേ ശബ്ദം തിരിച്ചുണ്ടാക്കി അമ്മ അവനെ ഒന്ന് നോക്കി. അവൻ ശബ്ദമുണ്ടാക്കി കരഞ്ഞു വിളിച്ചുകൊണ്ട് അമ്മയോട് ഭക്ഷണം യാചിച്ചു. അവൾ കളിയാക്കുന്നത് പോലെ അവനെ നോക്കി. അവൻ തൻ്റെ സങ്കടം അറിയിച്ചു കൊണ്ടേയിരുന്നു. പെട്ടെന്നൊരു സന്തോഷ ശബ്ദം അവനിൽ നിന്നും വന്നു.
അവൻ്റെ അമ്മ ഒരു മീൻ കഷ്ണവും കുത്തി അവനടുത്തേക്ക് പറന്നു ചെന്നു. അവൻ ആകാംക്ഷയോടെ മുന്നോട്ടാഞ്ഞു. പാറയിലൂടെ നീങ്ങി അവൾ കരികിലെത്താൻ ശ്രമിച്ചു. പക്ഷേ അവൻ്റെ അടുത്തെത്താറായപ്പോൾ അവൾ നിന്നു. അവളുടെ കാലുകൾ ചലനമറ്റു, ചിറകുകൾ നിശ്ചലമായി. മീൻ കഷ്ണം അവൻ്റെ കൊക്കിന് വളരെ അടുത്തായിരുന്നു. എന്തുകൊണ്ടാണ് അമ്മ അടുത്തേക്ക് വരാത്തതെന്ന് ചിന്തിച്ച നിമിഷം അവൻ അവിടെ തന്നെ നിന്നു. പിന്നീട് വിശപ്പ് സഹിക്കാനാകാതെ അവൻ മീനിനടുത്തേക്ക് കുതിച്ചു. ഒരു വലിയ ശബ്ദത്തോടെ അവൻ മേലോട്ടും താഴോട്ടും നീങ്ങാൻ തുടങ്ങി. അവൻ്റെ അമ്മ മേലേക്കുയർന്നു. അമ്മയുടെ അടുത്തുകൂടി പോകുമ്പോൾ അവളുടെ ചിറകടിയൊച്ച അവന് കേൾക്കാമായിരുന്നു. ഒരു നിമിഷം പേടിച്ചിരണ്ട അവന് തൻ്റെ ഹൃദയം മരവിച്ചതുപോലെ തോന്നി. അവനൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അതൊരൊറ്റ നിമിഷത്തേക്ക് മാത്രമായിരുന്നു. അടുത്ത നിമിഷം തൻ്റെ ചിറകുകൾ പുറത്തേക്ക് വിരിയുന്നതായി അവന് തോന്നി. വയറിനൊക്കിടെയും അരികിലുമായി കാറ്റിൻ്റെ സാന്നിധ്യം അവൻ അനുഭവപ്പെട്ടു. കാറ്റിനെ തൻ്റെ ചിറകിൻ്റെ അറ്റങ്ങൾ കീറി മുറിക്കുന്നതായി അവന് തോന്നി. ഇപ്പോഴവൻ വീഴുകയായിരുന്നില്ല, മറിച്ച് പറക്കുകയായിരുന്നു. ഇപ്പോഴവന് പേടിയില്ലായിരുന്നു. ഒരുതരം ഉന്മാദാവസ്ഥയിലായി അവൻ തൻ്റെ ചിറകുകൾ വിടർത്തി മുകളിലേക്ക് കുതിച്ചുയർന്നു. സന്തോഷസൂചകമായ ഒരു ശബ്ദത്തോടെ അവൻ വീണ്ടും ചിറകുകൾ വിരിച്ചു. ഒപ്പം മുകളിലേക്ക് ഉയർന്നു. നെഞ്ചുയർത്തിപ്പിടിച്ച് അവൻ കാറ്റിനെ എതിരെ നീന്തി. ശബ്ദങ്ങളുണ്ടാക്കി അവൻ കലമ്പി. അതേ ശബ്ദത്തോടെ വലിയൊരു ചിറകടിയൊച്ചയോടെ അവൻ്റെ അമ്മയും കുതിച്ചുയർന്നു. സന്തോഷസൂചകമായ ഒരു ശബ്ദത്തിലൂടെ അവൻ അമ്മയ്ക്ക് മറുപടി നൽകി. പിന്നീട് അവനെ മറികടന്ന് ഒച്ചയിട്ട് പറന്നുയർന്ന അച്ഛനായിരുന്നു. പിന്നീട് അവൻ നോക്കുമ്പോൾ കണ്ടത് തനിക്ക് ചുറ്റും സഹോദരങ്ങൾ ചിറകടിച്ച് പറക്കുന്നതായിരുന്നു. സന്തോഷസൂചകമായ ഒരു ശബ്ദത്തോടെ അവൻ വീണ്ടും ചിറകുകൾ വിരിച്ചു. ഒപ്പം മുകളിലേക്ക് ഉയർന്നു. നെഞ്ചുയർത്തിപ്പിടിച്ച് അവൻ കാറ്റിനെ എതിരെ നീന്തി. ശബ്ദങ്ങളുണ്ടാക്കി അവൻ കലമ്പി. അതേ ശബ്ദത്തോടെ വലിയൊരു ചിറകടിയൊച്ചയോടെ അവൻ്റെ അമ്മയും കുതിച്ചുയർന്നു. സന്തോഷസൂചകമായ ഒരു ശബ്ദത്തിലൂടെ അവൻ അമ്മയ്ക്ക് മറുപടി നൽകി. പിന്നീട് അവനെ മറികടന്ന് ഒച്ചയിട്ട് പറന്നുയർന്ന അച്ഛനായിരുന്നു. പിന്നീട് അവൻ നോക്കുമ്പോൾ കണ്ടത് തനിക്ക് ചുറ്റും സഹോദരങ്ങൾ ചിറകടിച്ച് പറക്കുന്നതായിരുന്നു. തനിക്ക് പറക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്ന കാര്യം പോലും അവൻ മറന്നു. ഉച്ചത്തിൽ ശബ്ദമിട്ടുകൊണ്ട് അവൻ വായുവിലൂടെ കുതിച്ചുയർന്നു. ഇപ്പോഴവൻ കടലിന് തൊട്ടുമുകളിലൂടെ പറക്കുകയാണ്. വിശാലമായ കടൽ തിരകളടങ്ങി തനിക്ക് താഴെയായി കിടക്കുന്നത് അവൻ കണ്ടു. തൻ്റെ കൊക്ക് ചെരിച്ചു പിടിച്ച് തമാശ രൂപത്തിൽ അവൻ ഒച്ചയിട്ടു. അവൻ്റെ കുടുംബാംഗങ്ങൾ മുഴുവനും അവൻ പച്ചയുള്ള സ്ഥലത്ത് അവന് മുമ്പിലായി വന്നിരുന്നു. അവർ അവനെ സിഗ്നൽ കാണിച്ച് വിളിച്ചുകൊണ്ടിരുന്നു. അവൻ പതിയെ തൻ്റെ കാലുകൾ കടലിൽ പതിപ്പിച്ചു. പക്ഷേ അവൻ മുങ്ങിപ്പോകുന്നത് പോലെയാണ് അവന് തോന്നിയത്. പേടിച്ചലറിക്കൊണ്ട് അവൻ വീണ്ടും ചിറകുകൾ വിടർത്തി മേലോട്ട് ഉയരാൻ ശ്രമിച്ചു. വിശപ്പ് കൊണ്ടോ തളർച്ച കൊണ്ടോ അവൻ അവിടെ അടിയിലേക്ക് തന്നെ താന്നു. അധ്വാനം കൊണ്ട് അവൻ ഉയരാൻ കഴിഞ്ഞില്ല. അവൻ്റെ കാലുകൾ വെള്ളത്തിനടിയിലേക്ക് പോയി എന്നവൻ വിചാരിക്കുമ്പോൾ പക്ഷേ അവൻ്റെ വയർ വെള്ളത്തിൽ മുകളിൽ പതിയെ അമരുന്നത് അവൻ അറിഞ്ഞു. പക്ഷേ അത് വെള്ളത്തിൽ മുങ്ങുന്നില്ലായിരുന്നു എന്നവൻ മനസ്സിലാക്കി. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയായിരുന്നു. അവൻ്റെ കുടുംബം മുഴുവൻ അവന് ചുറ്റും നിന്ന് ആനന്ദ നൃത്തം ചെയ്യുകയായിരുന്നു. അവരവനെ പാടി പുകഴ്ത്തുകയും അവനാവശ്യമുള്ള മീൻ കഷ്ണങ്ങൾ നൽകുകയും ചെയ്തു. അതായിരുന്നു അവൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ്, ആദ്യത്തെ പറക്കൽ. ബൈ ലിയാമോ ഫ്ലാഹട്ടി.